എൻ്റെ പേരിൽ തന്നെ ചിയ സീഡ്സ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഡാനിഷ് എന്ന് പറഞ്ഞ് പല കമ്പനികളും എൻ്റെ അനുവാദമില്ലാതെ ചിയ സീഡ്സ് പല സ്ഥലങ്ങളിലും വിൽക്കുന്നുണ്ട്. അത് തെറ്റാണ്. ഞാൻ അങ്ങനെ ഒരു കമ്പനിയോടും എൻ്റെ പേരിൽ ഇറക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ചെറിയ ഒരു കാര്യമാണ്, പക്ഷേ ലോകമെമ്പാടും വലിയ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ഭക്ഷ്യ വസ്തുവിനെ കുറിച്ചാണ്. അതാണ് ചിയ സീഡ് അല്ലെങ്കിൽ ചിയ വിത്തുകൾ. ഞാൻ സ്ഥിരമായി കഴിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ പല ആളുകളും ചോദിക്കാം, ഇത് സ്ഥിരമായി കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ചിയ സീഡ്സ് കഴിച്ചാൽ വണ്ണം കുറയുമോ? പ്രമേഹം മാറുമോ? കൊളസ്ട്രോൾ മാറുമോ? കുട്ടികളുടെ ബുദ്ധിശക്തി കൂടുമോ? അതുപോലെ ഗർഭിണികൾക്ക് ഇത് കഴിക്കാമോ? ഇങ്ങനെ പല ചോദ്യങ്ങളും സ്ഥിരമായിട്ട് എനിക്ക് വരാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ധാരാളം വീഡിയോകളാണ് ചിയ സീഡ്സിനെ കുറിച്ചുള്ളത്. എല്ലാത്തിനും പരിഹാരമാണെന്നൊക്കെ പറഞ്ഞാണ് ഈ ചിയ സീഡ്സിനെ കുറിച്ച് പറയുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ചിയ സീഡ്സ് ഒരു നല്ല ഭക്ഷണമാണെന്ന് ഞാൻ ആദ്യമേ പറയാം. പക്ഷേ അതൊരു അത്ഭുത മരുന്നൊന്നുമല്ല. നമ്മുടെ സാധാരണ ഭക്ഷണ രീതിയിൽ ശരിയായ അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ ഗുണം ചെയ്യുന്ന ഒരു വിത്താണ് ചിയ സീഡ്സ്. ഇത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും വരും. പ്രത്യേകിച്ചും വെള്ളം കുടിക്കാതെ അമിതമായി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതും വ്യക്തമായി പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിയ സീഡ്സിൻ്റെ ഗുണങ്ങളാണ്. അതുകൂടാതെ നമ്മൾ എത്ര കഴിക്കാം, എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ കുട്ടികൾക്ക് എത്ര കൊടുക്കാം, സ്ത്രീകൾക്കും ഗർഭിണികൾക്കും എത്രമാത്രം കൊടുക്കാം, പ്രായമുള്ള ആളുകൾക്ക് കഴിക്കാമോ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക, ധാരാളം ആളുകൾക്കായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താണ് ചിയ സീഡ്സ്? ചിയ സീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിയ എന്ന ചെടിയുടെ ഒരു ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൽവിയ ഹിസ്പാനിക്ക എന്നാണ്. ഇത് അമേരിക്കൻ പ്രദേശങ്ങളിൽ നൂറ്റാണ്ടുകളായിട്ട് ഇത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് കറുപ്പ്, ചാരനിറം, വെള്ള തുടങ്ങിയ നിറങ്ങളിൽ ചിയ വിത്തുകൾ കാണാനായിട്ട് പറ്റും. കറുത്ത ചീയോ വെളുത്ത ചീയോ പോഷക ഗുണത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് വില കൂടുതലുള്ള വെളുത്ത ചിയ മാത്രമാണ് മികച്ചതെന്ന് ധാരണ പല ആളുകൾക്കും ഉണ്ട്. അത് തെറ്റാണ്. ചിയ വിത്തിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതായത് ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിന്റെ ചുറ്റും ജെല്ലി പോലുള്ള ഒരു പാളി ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ ധാരാളം സോലുബിൾ ഫൈബർ ഉണ്ട്, അഥവാ വെള്ളത്തിൽ ലയിക്കുന്ന നാരുകളുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ ഈ ചിയ സീഡ്സ് എടുത്തതിന് ശേഷം നമ്മുടെ ഗ്ലാസ്സിൽ ഇടുകയാണ്. ഇതിപ്പോൾ നാളെ എനിക്ക് കഴിക്കാനായിട്ടുള്ള ചിയ സീഡാണ്. അപ്പോൾ ഈ ചിയ സീഡ്സിലോട്ട് വെള്ളം ഒഴിക്കാനായിട്ട് പോവാണ്. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് ഒരു 20 മിനിറ്റ് ഒക്കെ വെക്കുമ്പോൾ തന്നെ ചെറിയ ജെല്ലായിട്ട് മാറാം. ഒരു ടേബിൾ സ്പൂണിൽ 28 ഗ്രാം നമുക്ക് ചിയ സീഡ്സ് ഉണ്ട്. 140 കാലറിയാണ്, 4 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, 11 ഗ്രാം ഫൈബർ ഉണ്ട്, ഏകദേശം 7 ഗ്രാം അൺസാച്ചുറേറ്റഡ് ഫാറ്റും ചിയ സീഡ്സിലുണ്ട്. സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ALA, ഒമേഗ 3 അകത്തുണ്ട്, കാൽഷ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ മിനറൽസും എല്ലാം ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. കൃത്യമായ അളവിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ള പറയാം. ഇപ്പോൾ ഹാർവാർഡ് ന്യൂട്രീഷൻ സോഴ്സിൽ ഇത് സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണെന്ന് ചില പഠനങ്ങളുണ്ട്. ചിയ സീഡ്സിന്റെ പോഷക സാന്ദ്രമാണ്, അതായത് കാലറി കൂടുതലാണ്. ഇതൊരു ആരോഗ്യകരമായിട്ടുള്ളൊരു ഭക്ഷണം എന്ന് പറയാമെങ്കിലും നമ്മൾ അമിതമായി കഴിക്കുന്നത് നല്ലതല്ല എന്നും വ്യക്തമായി മനസ്സിലാക്കുക. അത് നിങ്ങൾ ഓർത്തിരിക്കണം, ഒത്തിരി കഴിക്കരുത്. ഒന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൈബർ ധാരാളം ഉള്ളതാണ്. അപ്പം മലബന്ധം തടയാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഫൈബർ. കാരണം ഞാൻ നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത്. എൻ്റെ ഒരു ലക്ഷ്യം അതാണ്. ഇപ്പം എങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത്? ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അപ്പം 1/4 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. ഒരു ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ 1/4 ടീസ്പൂണാണ് ആദ്യം ആഡ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം അത് 1/2 ടീസ്പൂൺ ആക്കി. പിന്നെ അതിന് ശേഷം അത് 1 ടീസ്പൂൺ വരെ ആക്കി. അതിനുശേഷം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് 1/2 ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ ഒരു ദിവസം ഉപയോഗിച്ചതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഈ ഫൈബർ നമുക്ക് അമിതമാക്കുന്നത് പതുക്കെ പതുക്കെ കൂട്ടാവും. ഒറ്റയടിക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് പല പ്രശ്നങ്ങളുണ്ടാവും. വയറിൽ ഗ്യാസ് ഉണ്ടാവും, വയർ വീക്കം, ഗ്യാസ്, വയറുവേദന, വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് വളരെ പതുക്കെ ഒരാഴ്ച എടുത്ത് കൂട്ടി കൊണ്ടുവരാം. ഈ ഒരു പോയിന്റ് പല ആളുകൾക്ക് മനസ്സിലാകില്ല. ഒറ്റയടിക്ക് 2 ടേബിൾ സ്പൂൺ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നവും, അതും വെള്ളമില്ലാതെ കഴിക്കുന്നതും പ്രശ്നമാണ്. ഇത് രണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രോബ്ലമായിട്ട് മാറും. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് ഇത് എക്സ്പാൻഡായി ജെല്ല് പോലെ ആവും. ഞാൻ സാധാരണ രാത്രി ഇട്ട് വെള്ളം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെയാണ് കഴിക്കുന്നത്. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവും. അതായത് ചിയ സീഡ്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവും. കാരണം ഇതിനകത്ത് നമുക്ക് സാറ്റിറ്റി ഉണ്ടാവും, നമുക്ക് ബ്രെയിൻ്റെ അകത്തൊരു ഫീലിംഗ് ഉണ്ടാവും, നമ്മൾ വയറ് നിറച്ചതുപോലെ ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഫൈബർ നിറഞ്ഞ ആഹാരം കഴിക്കണമെന്ന് പറയുന്നത്. നമ്മൾ എത്ര പച്ചക്കറി കഴിച്ചാലും ഇത്രയധികം ഫൈബർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചിയ സീഡ്സ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പലരും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ രാവിലെ ചിയ വെള്ളം കുടിക്കും. വയറിലെ കൊഴുപ്പ് ഉരുകി പോകുന്നൊക്കെ കരുതിയിട്ടാണ് എല്ലാവരും ഈ ചിയ സീഡ്സ് രാവിലെ എടുത്ത് കഴിക്കുന്നത്. ചിയ സീഡ്സ് വയറിലെ കൊഴുപ്പ് നേരിട്ട് കത്തിച്ച് കളയാൻ കഴിവുള്ള ഒരു സാധനമല്ല എന്ന് മനസ്സിലാക്കുക. ശരീരഭാരം കുറയണമെങ്കിൽ ദിവസങ്ങളെടുത്ത്, ആഴ്ചകളെടുത്ത് വ്യായാമം ചെയ്യുകയും കാലറി കുറയ്ക്കുകയും നമ്മൾ കൃത്യമായ ആഹാര നിയന്ത്രണങ്ങളാണ് വേണ്ടത്. ഓക്കെ, അല്ലാതെ ഇതുപോലുള്ള സാധനങ്ങൾ കുടിച്ചെന്ന് പറഞ്ഞ് നമുക്ക് മാറ്റില്ല. ഓക്കെ, പ്രോട്ടീൻ വേണം, പച്ചക്കറികൾ വേണം, ഉറക്കം റെഡി ആവണം, ശാരീരിക പ്രവർത്തനം, മസിൽ സ്ട്രെന്തനിങ് എക്സസൈസ്, നമ്മൾ 5M മെത്തേഡിൽ എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് അതൊക്കെയാണ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ ചിയ സീഡ്സ് വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് കാര്യമാണ്. അതൊരു ഗുണമുള്ളൊരു കാര്യമാണ്. പക്ഷേ വെയിറ്റ് ലോസ് പ്രോഗ്രാമിന്
ഏറ്റവും വലിയ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല. ഓക്കെ, ചിയ വെള്ളത്തിൽ ചേർത്തതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്ത്, തേൻ ആഡ് ചെയ്ത്, അതുപോലെ തന്നെ പാലും സിറപ്പും ഒക്കെ ആഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം മോശമാവും. കാരണം ഹെൽത്തി എന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കുന്ന സാധനം, വെയിറ്റ് ലോസ് വേണ്ടി കഴിക്കുന്ന സാധനം വെയിറ്റ് ലോസ് കിട്ടില്ല. മൂന്നാമത്തെ ഒരു ഗുണം പറയാം, ഇതിനകത്ത് സസ്യ ഒമേഗ 3 ഉണ്ട്. ചിയ സീഡിൽ ആൽഫ ലിനോലെനിക് ആസിഡ് അല്ലെങ്കിൽ ALA എന്ന സസ്യാധിഷ്ഠമായിട്ടുള്ള ഒമേഗ 3 ഉണ്ട്. ശരീരത്തിന് ALA വളരെയധികം ആവശ്യമുള്ള ഒരു സാധനമാണ്. എന്നാൽ മത്സ്യത്തിൽ നിന്ന് കിട്ടുന്ന ഈ ഒമേഗ 3 എന്ന് പറയുമ്പോൾ DHA എന്നുള്ളതാണ് സാധാരണ വന്നത്. ചിയയിൽ നിന്ന് കിട്ടുന്ന ALAയും ഒരുപോലല്ല. ശരീരം ALAയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് EPA DHA ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഒമേഗ 3 ഉണ്ട്, പക്ഷെ അത്ര മീനിനുള്ള അത്രയും ഗുണമുള്ള ഒരു സാധനമല്ല എന്ന് മനസ്സിലാക്കുക. മത്സ്യം തന്നെയാണ് ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെ ഏറ്റവും നല്ലത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഗർഭകാലത്ത് കുഞ്ഞിന്റെ മസ്തിഷ്കത്തിന്റെ വളർച്ചയ്ക്കും അതുപോലെ കണ്ണിന്റെ വളർച്ചയ്ക്കും ഒക്കെ ശരിക്കും DHA വളരെ പ്രത്യേകത നൽകുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ചിയയിൽ ശരിക്കും ALA ഉണ്ട്, DHAയുടെ ഒരു പൂർണ്ണ പകരക്കാരനല്ല. നമ്മുടെ NIH ഓഫീസ് ഓഫ് ഡയറ്ററി സപ്ലിമെന്റ്സിൽ പറയുന്നത് സസ്യാഹാരം കഴിക്കുന്ന ആളുകൾ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, വാൽനട്ട് പോലുള്ള സാധനങ്ങൾ ALA ലഭിക്കുന്ന നല്ല ഭക്ഷ്യ സ്രോതസ്സുകളാണ്. എന്നാൽ DHA നമുക്ക് വേണമെങ്കിൽ ഗർഭിണികൾ സാധാരണഗതിയിൽ സപ്ലിമെന്റ്സ് കഴിക്കാറുണ്ട്. പക്ഷെ മീൻ കഴിക്കുന്ന ഒരു ഗർഭിണികളാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, അത് മനസ്സിലാക്കണം. നാലാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഹൃദയ ആരോഗ്യമാണ്. ചിയയിൽ ഫൈബർ ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, ഒമേഗ 3 ഉണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ സമതുലിതമായിട്ടുള്ള ഒരു ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഇത് വളരെയധികം നല്ല തന്നെയാണ്. ചിയ സീഡ്സ് മാത്രം കഴിച്ചാൽ ഉയർന്ന കൊളസ്ട്രോൾ സാധാരണയാക്കാമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. BP-യുടെ മരുന്ന് നിർത്താം, ഹൃദയാഘാതം തടയാം എന്ന രീതിയിൽ പല യൂട്യൂബ് തമ്മിലും കാണാറുണ്ട്. അത് തെറ്റാണ്. ഭക്ഷണ രീതിയിൽ നമ്മളിത് ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. പച്ചക്കറി വേണം, പഴങ്ങൾ വേണം, പയർവർഗ്ഗങ്ങൾ വേണം, മുഴുവനായിട്ടുള്ള ധാന്യങ്ങൾ, മുഴുധാന്യങ്ങൾ വേണം, മീൻ വേണം, ആരോഗ്യകരമായിട്ടുള്ള പ്രോട്ടീൻ കഴിക്കണം, ദിവസത്തിന് വ്യായാമം ഉണ്ടാവണം, പുകവലി ഒഴിവാക്കണം, ശരിയായ ഉറക്കം കിട്ടണം, മാനസിക സമ്മർദ്ദം കുറയ്ക്കണം, ഇനി BP, ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കഴിക്കണം. ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഗുണം കിട്ടുള്ളൂ. അതിനോടൊപ്പം നമുക്ക് ചിയ സീഡ്സ് കഴിക്കാം. പിന്നെ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുമെന്നൊക്കെ നമ്മൾ ഇത് വിചാരിച്ചത് കുടിക്കാറുണ്ട്. കുറച്ച് ശരിയാണ്, കാരണം നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ അബ്സോർപ്ഷൻ മന്ദഗതിയിലാക്കാൻ വേണ്ടി ഇത് സഹായിക്കും. അപ്പം അതുകൊണ്ട് ഭക്ഷണത്തിന് ശേഷമുള്ള രക്തത്തിൽ ഉണ്ടാവുന്ന ഒരു വർധന കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് മോരില് ചിയ സീഡ്സ് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അതും നമുക്ക് ആഹാരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറേ ഫൈബർ വയറിലോട്ട് എത്തും. അത് കഴിഞ്ഞതിന് ശേഷം പ്രോട്ടീൻ കഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ ആ ഫൈബർ ഉള്ളതുകൊണ്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ്, പഞ്ചസാര നമ്മുടെ ശരീരത്തിലോട്ട് ഇറങ്ങുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. ഓട്സിൽ ആഡ് ചെയ്ത് കഴിക്കാം, നമ്മുടെ സാലഡ്സിൽ ആഡ് ചെയ്ത് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ബൗളിൽ ആഡ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് പല ആളുകളും ചെയ്യുന്ന മാർഗ്ഗമാണ്. ഞാൻ ചെയ്യുന്നത് മോരിൽ ആഡ് ചെയ്താണ് കുടിക്കുന്നത്. അതായത് ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം മോരിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ മോരെന്ന് പറയുമ്പോൾ ഒരു പ്രോബയോട്ടിക്കും ഇതൊരു പ്രീബയോട്ടിക്കുമാണ്. അതായത് ബാക്ടീരിയയ്ക്കുള്ള ഭക്ഷണമുണ്ട്, നല്ല ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ വയറിന് വളരെ നല്ലതാണ്. കാരണം വയറിന് നല്ല ബാക്ടീരിയകൾക്ക് എന്ത് വേണം? നല്ല ഫുഡും വേണം, അതുപോലെ നല്ല ബാക്ടീരിയകൾ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ കുടിക്കാറുള്ളത്. ഒരു ഗ്ലാസ് സ്ഥിരമായിട്ട് മോരിൽ ആഡ് ചെയ്തിട്ട് ഞാൻ ചിയ സീഡ്സ് എന്നും നമ്മൾ ഉച്ചയ്ക്ക് ആഹാരത്തിനോടൊപ്പം കഴിക്കാറുണ്ട്. അത് വളരെ നല്ലതാണ്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇത് നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്നതാണ്. ആറാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് എല്ലുകൾക്കും മസിലുകൾക്കും കുറച്ച് ഗുണം നൽകും. ചിയ സീഡ്സിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട്. ഇവ എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ധാതുക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ചിയയിലെ കാൽഷ്യം ഉണ്ടെന്നതുകൊണ്ട് തന്നെ പാല്, തൈര്, പനീർ, കാൽഷ്യം ഫോർട്ടിഫൈഡ് ഫുഡ്സ് അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ചികിത്സയുടെ ഒരു പൂർണ്ണ പകരക്കാരനല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കേണ്ടതായിട്ട് വരും, പാലും പനീറൊക്കെ കഴിക്കേണ്ടി വരും. 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ കഴിക്കാതിരിക്കുക. അത് ഒട്ടും നല്ലതല്ല. നമ്മൾ അതിൽ കൂടുതൽ റെക്കമെൻഡഡ് അല്ല. അത് 10 ഗ്രാമോളം വരും. അതിൽ കൂടുതൽ ചിയ കഴിക്കുന്നത് നല്ലതല്ല. മുട്ട, മീൻ, ചിക്കൻ, പാല്, തൈര്, പയർവർഗ്ഗങ്ങൾ, സോയ, ടോഫു തുടങ്ങിയ ഭക്ഷണങ്ങളോടൊപ്പം ചെറിയൊരു ന്യൂട്രീഷണൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ചിയ സീഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല തന്നെയാണ്. കുട്ടികൾക്ക് ചിയ സീഡ്സ് നൽകാം. ധാരാളം ആളുകൾ ചോദിക്കുന്നവരുമാണ്. കുട്ടികൾക്കും കൊടുക്കാം. മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കുട്ടികൾക്ക് മലബന്ധമൊക്കെ സ്ഥിരമായി വരാറുണ്ട്. നിങ്ങൾ ചിയ സീഡ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെള്ളത്തിൽ ആഡ് ചെയ്തതിന് ശേഷമേ കൊടുക്കാവൂ. അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ കുറച്ച് വേണം ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാൻ. ആദ്യം ഒരു 1/4 ടീസ്പൂൺ കൊടുക്കുക. 1/4 ടീസ്പൂൺ. ഓക്കെ, അത് കഴിഞ്ഞ് അരയിലോട്ട് മാറുക അടുത്ത ആഴ്ച. അതിനുശേഷം 3/4 ടീസ്പൂൺ കൊണ്ട് മാറുക. പിന്നെ 1 ടീസ്പൂണിലോട്ട് മാറുക. അത്രയും മതിയാവും കുട്ടികൾക്ക്. പിന്നെ ഒരു 10 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതൊരു മരുന്നായിട്ട് കണക്കാക്കരുത്, ഫൈബറാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ആലോചിക്കുക. ചെറിയ കുട്ടിക്ക് നമ്മൾ പതുക്കെ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. വളരെ കുറച്ച് ഇതുപോലെ വെള്ളത്തിൽ ആഡ് ചെയ്തേ കൊടുക്കാവൂ. വെള്ളത്തിൽ ആഡ് ചെയ്യാതെ കൊടുത്താൽ തൊണ്ടയിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുടുങ്ങി പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഒരു 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ കൊടുക്കുകയും ചെയ്യരുത്.
ഓക്കെ, പതുക്കെ പതുക്കെ കൊടുക്കുക. സാധാരണ ആഹാരത്തിനോടൊപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് കഴിക്കുമ്പോൾ നമുക്ക് വയറുവേദന ഉണ്ടാവുന്നുണ്ട്, വയറ് നല്ല ഗ്യാസ് ഉണ്ടാവുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ പിന്നെ ആഡ് ചെയ്യാവൂ. പിന്നെ ചിയ എങ്ങനെ കൊടുക്കാം പലരും ചോദിക്കുന്നതാണ്. തൈരിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, മോരിൽ കൊടുക്കുന്നതാണ് നല്ലത്, അല്ലെ ഓട്സിൽ കൊടുക്കാം, സ്മൂത്തിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ദോശമാവിലോ പാൻ കേക്ക് ബാറ്ററിലോ ഒക്കെ നമുക്ക് കുറച്ച് അളവിൽ ചേർത്ത് കൊടുക്കാം. പഴം ചതച്ച് കുതിർത്ത് ചിയയുടെ ചേർത്ത് കൊടുക്കാം, പുഡിംഗ് രൂപത്തിൽ കൊടുക്കാം. ഇതെല്ലാം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മാർഗമാണ്. കുട്ടികളോട് ഒരിക്കലും ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് വായിലിട്ട് വെള്ളം കുടിക്കാൻ പറയരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തൊണ്ടയിലൊക്കെ കയറി കുടുങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചോക്കിംഗ് ഉണ്ടാവും, ഭക്ഷണനാളത്തിൽ തടസ്സം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടിരിക്കുക, ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അപകടമായിട്ട് മാറാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ചുണ്ടിലോ മുഖത്തോ വീക്കം ഉണ്ടാവുന്നുണ്ട്, ചൊറിച്ചിലുണ്ടാവുന്നുണ്ട്, ഛർദിലുണ്ടാവുന്നുണ്ട്, ശ്വാസമുട്ടലുണ്ടാവുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അലർജി ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുക. പിന്നെ നമുക്ക് ചിയ സീഡ്സ് കഴിക്കാൻ പറ്റില്ല, പതുക്കെ മാത്രമേ പിന്നെ ഭാവിയിൽ വേണമെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ചിയ മാത്രം കഴിച്ചത് കൊണ്ട് നമുക്ക് കുട്ടിയുടെ ഉയരം കൂടുകയോ ഒന്നും ചെയ്യില്ല. കുട്ടിയുടെ വളർച്ചയ്ക്ക് ശരിക്കും ജീൻ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിക്കുന്ന കാലറി, പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻ ഡി, ഉറക്കം, കുട്ടിയുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഘടകം ഇമ്പോർട്ടൻ്റ് ആണ്. ചിയ സീഡ്സ് കുടിച്ചു കഴിഞ്ഞാൽ പൊക്കം വയ്ക്കുമെന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. ഭക്ഷണത്തിന്റെ ഒരു ചെറിയ ഭാഗമാക്കാം. ഹൈറ്റ് ഇൻക്രീസിങ് ഫുഡ് എന്നുള്ള രീതിയിൽ പല ആളുകളും ഇതിനെ വിൽക്കുന്നുണ്ട്. അത് തെറ്റാണ്. എൻ്റെ പേരിൽ തന്നെ ചിയ സീഡ്സ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഡാനിഷ് എന്ന് പറഞ്ഞ് പല കമ്പനികളും എൻ്റെ അനുവാദമില്ലാതെ ചിയ സീഡ്സ് പല സ്ഥലങ്ങളിലും വിൽക്കുന്നുണ്ട്. അത് തെറ്റാണ്. ഞാനങ്ങനെ ഒരു കമ്പനിയോടും എൻ്റെ പേരിൽ ഇറക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ആലപ്പുഴയും എറണാകുളത്തും പല സ്ഥലങ്ങളിലും എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ പതിപ്പിച്ചിട്ട് അത് കണ്ടു. ഞാൻ അവിടുത്തെ കൗൺസിലറിൻ്റെ അടുത്തും അതുപോലെ പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്തൊക്കെ അറിയിച്ചു. ഇതുവരെ അത് മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ ഇതൊരു ബ്രെയിൻ ബൂസ്റ്റർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കുട്ടികൾക്കും നിർബന്ധമായിട്ടും കൊടുക്കാം, സ്ത്രീകൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ചിയ സീഡ്സ്. സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഫൈബർ കുറവുള്ള ആളുകൾക്ക് ഇത് വളരെ നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരത്തിൽ ഫൈബർ ഇല്ല, മിക്ക ആഹാരത്തിലും ഫൈബർ ഇല്ല. പിന്നെ PCOD ഉള്ള സ്ത്രീകൾക്കൊക്കെ ചിയ കഴിച്ചാൽ PCOD മാറുമോ എന്നൊക്കെ പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഈ അടിസ്ഥാന പ്രശ്നം എന്താണ്? ശരീരഭാരം കൂടുന്നതാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നതാണ്, നമ്മൾ അനങ്ങാത്തത് കൊണ്ടാണ്, ഉറക്കക്കുറവുള്ളത് കൊണ്ടാണ്, മാനസിക സമ്മർദ്ദം ഉള്ളത് കൊണ്ടാണ്. അപ്പം ചിയയിലെ ഫൈബർ ഉള്ളതുകൊണ്ട് നമ്മുടെ ഗ്ലൂക്കോസ് കുറച്ചൊന്ന് നിയന്ത്രിക്കാൻ പറ്റും, വിശപ്പ് കുറച്ച് കുറയും. അതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി കുറച്ച് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞ് ഇതൊരു ട്രീറ്റ്മെന്റ് അല്ല. അതുപോലെ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇത് കൊടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. മെനോപോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലുകളുടെ ആരോഗ്യവും ഹൃദയാരോഗ്യവും കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ചിയയിൽ കുറച്ച് കാൽഷ്യം ഉണ്ട്, കുറച്ച് മെഗ്നീഷ്യം ഉണ്ട്, ഫൈബർ ഉണ്ട്, ഹെൽത്തി ഫാറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് കഴിക്കാം. പക്ഷെ ഇതിനോടൊപ്പം ബാക്കി കാര്യങ്ങൾ പ്രോട്ടീനും വൈറ്റമിൻ ഡിയും കാൽഷ്യവും ബാക്കി ബ്ലഡ് പ്രഷറും അതുപോലെ ഡയബറ്റീസും കൊളസ്ട്രോളും എല്ലാം കൺട്രോൾ ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചിയയാണ് മാക്സിമം കഴിക്കാവുന്നത്. ഞാൻ കഴിക്കുന്ന അത്രയാണ്, പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ കൊണ്ടുവരാതിരിക്കാൻ നോക്കുക. ഗർഭിണികൾക്ക് ചിയ സീഡ്സ് കഴിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഗർഭിണികൾക്ക് മലബന്ധം വരാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചിയ സീഡ്സ് കഴിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഭക്ഷണത്തിന്റെ ചെറിയ അളവിൽ വീണ്ടും ഉപയോഗിക്കാം. ചിയ സീഡ്സ് സേഫ് ആണ്, പലർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നല്ല തന്നെയാണ്. ഫൈബർ ഉള്ള ഒമേഗ 3 ഉണ്ട്, പല മിനറൽസും ഉള്ളതുകൊണ്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. എന്നാൽ ഗർഭകാലത്ത് ആദ്യമായി വലിയ അളവിൽ ഒരു കാരണവശാലും തുടങ്ങരുത്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ 1/4 ടീസ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ. എന്നിട്ട് നമ്മൾ എപ്പോഴും വെള്ളത്തിൽ ആഡ് ചെയ്തേ കൊടുക്കാവൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഗർഭകാലത്ത് മലബന്ധം ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്, കാരണം ഫൈബർ ഉള്ളത് കൊണ്ട് നല്ലൊരു മാർഗ്ഗമാണ്. പക്ഷെ വെള്ളം കുടിക്കുന്നത് കുറവാണ്, അതുപോലെ വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യുന്നതും കുറവാണെങ്കിൽ നമുക്ക് വിപരീത പ്രശ്നം ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇത് ഫോളിക് ആസിഡിന്റെ പകരമല്ല, അയൺ ടാബ്ലറ്റിന്റെ പകരമല്ല. നിങ്ങൾ അത് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കഴിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞു ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മൾ മീനിൽ നിന്നാണ് നല്ലോണം കിട്ടുന്നത്. ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് അത്ര സൂപ്പർ ഒന്നുമല്ല. പക്ഷെ കൊച്ചുകുട്ടി വളരുന്ന സമയത്ത് കുട്ടിയുടെ കണ്ണിനും അതുപോലെ ബ്രെയിനും ഒക്കെ നല്ലത് തന്നെയാണ് ചിയ സീഡ്സ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് കഴിയും. കണ്ടോ, അത്യാവശ്യം ഒരു ജെല്ല് പോലെ ആയിട്ടുണ്ട്. സാധാരണ ഓവർനൈറ്റ് ആണ് വെക്കുന്നത്. ഒരു 8 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം ഒരു ജെല്ല് പോലെ ആവും. അതിനകത്ത് നമ്മൾ മോര് ആഡ് ചെയ്തതിനു ശേഷമാണ് ഞാൻ കുടിക്കുന്നത്. തൈരാണെങ്കിൽ നല്ല മാർഗ്ഗമാണ്. പ്രായമുള്ള ആളുകൾക്കും ഇത്, പല ആളുകൾക്കും മലബന്ധവും മല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അവർക്കും സ്ഥിരമായിട്ട് ചിയ സീഡ്സ് ഇതുപോലെ കുതിർത്ത് കഴിക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പ്രായമുള്ള ആളുകൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തത് വിഴുങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം വെള്ളം ആഡ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. പ്രത്യേകിച്ചും ഈ ഓർമ്മക്കുറവുള്ള ആളുകൾക്കും വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, സ്ട്രോക്ക് ഒക്കെ വന്നവർക്ക് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചിയ സീഡ്സ് കൊടുക്കാവൂ. കുതിർത്താലും നമുക്ക് വിഴുങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കാവൂ. അത് ഓർത്തിരിക്കുക, കാരണം അത് പല ആളുകൾക്കും ആ ഒരു പ്രശ്നം ഉണ്ടാവും. രണ്ടാമത് വെള്ളം ആവശ്യത്തിന് കുടിക്കണം. പ്രായമുള്ള ആളുകൾ കുറച്ച് വെള്ളമേ സാധാരണ കുടിക്കാറുള്ളൂ. ഫൈബർ കൂടുന്ന സമയത്ത് ഫ്ലൂയിഡ് ഇൻടേക്ക് നല്ലോണം കൂട്ടണം. ഹാർട്ട് ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ ഒക്കെ ഉണ്ടെങ്കിൽ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും, ഫ്ലൂയിഡ് ഇത്രേ കുടിക്കാവും. അപ്പോൾ അത് അനുസരിച്ച് വേണം കുടിക്കാൻ. മൂന്നാമതായിട്ട്
മറ്റ് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കണം, ഈ ചിയാ സീഡ്സ് ഞാൻ ഇതിനോടൊപ്പം കഴിക്കാവോ എന്ന് ചോദിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. പ്രത്യേകിച്ചും ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന ആളുകൾ, ഇപ്പോൾ നമ്മൾ ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാൻ വേണ്ടി ചില മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ചിയാ സീഡ്സ് അതിനോടൊപ്പം കഴിക്കാവോ എന്ന് ചോദിച്ചിട്ട് വേണം കഴിക്കാൻ. ഒരു സ്പൂൺ ഉണങ്ങിയ വിത്ത് നേരിട്ട് വിഴുങ്ങുന്നതും നിർബന്ധമായിട്ട് ഒഴിവാക്കണം. ചിയ പൊടിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫ്ലാക്സ് സീഡിനെ അപേക്ഷിച്ച് മൊത്തമായിട്ട് നമ്മൾ ചിയ സീഡ് പൊടിക്കേണ്ട ആവശ്യമില്ല. പൊടിക്കാതെ തന്നെ നമുക്ക് കഴിക്കാം. ചെറിയ കുട്ടികൾക്കും ഇത് കഴിക്കാവുന്നതാണ്. ഈ പറഞ്ഞ രീതിയിൽ നല്ലോണം വെള്ളം ആഡ് ചെയ്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ അരച്ചോ അല്ലെങ്കിൽ നമുക്ക് ആഹാരത്തിനോടൊപ്പം ആഡ് ചെയ്തോ നമുക്ക് കൊടുക്കാവുന്നതാണ്. രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ചൂടുവെള്ളത്തിൽ ചേർത്താൽ മാത്രമേ ഗുണം കിട്ടൂ എന്നുള്ളതും തെറ്റാണ്. നമുക്ക് ചൂടുവെള്ളത്തിൽ ആഡ് ചെയ്യാം, തണുത്ത വെള്ളത്തിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ കുടിക്കുക. പിന്നെ നാരങ്ങ ചേർക്കാവോ എന്ന് പല ആളുകളും ചോദിക്കാം. ചേർക്കാം, പക്ഷെ അസിഡിറ്റി നമുക്ക് അമിതമായിട്ടുണ്ടെങ്കിൽ നാരങ്ങ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് ഒഴിവാക്കണം, അല്ലെങ്കിൽ കുഴപ്പമില്ല. തേൻ ചേർക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ചെറിയ അളവിൽ നല്ല തേനാണെങ്കിൽ കഴിക്കാം, പക്ഷെ വെയിറ്റ് ലോസ് ആണ് നമ്മുടെ ലക്ഷ്യം, അതുപോലെ പൊണ്ണത്തടിയാണ് കുറയ്ക്കേണ്ടത്, അതുപോലെ ഷുഗർ കുറയ്ക്കണമെങ്കിൽ തേനും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് ദിവസവും കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ദിവസവും കഴിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ ഭക്ഷണത്തിന് ഭാഗമാക്കുന്നതാണ് നല്ലത്. ഞാൻ ദിവസവും കഴിക്കുന്നുണ്ട്. ചിയ ആരോഗ്യകരമായിട്ടുള്ളൊരു ഭക്ഷണമാണ്. എപ്പോൾ കഴിക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ മാത്രം കഴിക്കണം എന്നുള്ളത് തെറ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒപ്പം കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് തൈരിൽ ചേർത്ത് നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ലഞ്ചിന് മുമ്പായിട്ട് കഴിക്കാം, ഓവർനൈറ്റ് ഓട്സ് ആയിട്ട് ഉപയോഗിക്കാം. പ്രധാനപ്പെട്ടത് സമയമല്ല, ഈ പറഞ്ഞ രീതിയിൽ അളവിലും കഴിക്കുന്നതാണ്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചിയ കുടിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പ് കത്തുമെന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഇതൊക്കെയാണ് തെറ്റിദ്ധാരണ കോമൺ ആയിട്ട് ചിയാ സീഡ്സിനെ കുറിച്ചുള്ളത്. ഇപ്പോൾ ചിയാ സീഡ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആളുകളെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.